ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി പണി എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ നോക്കുക, അത് 2-3 പൂവമ്പാഴയാണ്. അപ്പോൾ ഇതിൻ്റെ കൊല വെട്ടി, 2 വാഴയുടെ കൊല വെട്ടി. അപ്പോൾ ഇതൊരു തിടലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഈ വാഴ വിത്ത് പിരിച്ച് നട്ടാൽ ഇനി കുലയ്ക്കാൻ ഒരുപാട് താമസം എടുക്കും. അതുകൊണ്ട് തന്നെ ഈ വാഴ പിരിച്ച് നടാതെ തന്നെ നമുക്ക് ഈ കൊല കിട്ടണം. അതിനുള്ള ഒരു കാര്യമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വശത്ത് മണ്ണില്ല, മറ്റു വശത്ത് മണ്ണുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ കാണുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. മണ്ണ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. അല്പം വളവും കൂടെ ചെയ്തതിന് ശേഷം നല്ല ഊന്നുകമ്പ് വെച്ച് കൊടുക്കുന്നുണ്ടേ ഒരു 3-4 മാസത്തിനകത്ത് വെച്ച് നല്ല കൊല കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ സമയം, അതായത് മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇതേപോലെ ചെയ്താൽ നമുക്ക് ഒരു 6-7 മാസത്തിനകത്ത് വെച്ച് തന്നെ 2 കൊല കിട്ടും. എങ്ങനായാലും 10-250 രൂപ ആ 2 കൊലയിൽ കിട്ടും. പ്രത്യേകിച്ച് വലിയ അധ്വാനം വേണ്ട, കുഴിയെടുക്കുക ഒന്നും വേണ്ട. ഈ വിത്തുകൾ നമ്മളങ്ങ് സംരക്ഷിച്ചാൽ മതി. അപ്പം പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ, കാർഷിക രീതികൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനും വലിയ അധ്വാനമോ പണച്ചിലവോ ഇല്ലാത്ത കൃഷി രീതികൾ മനസ്സിലാക്കാനും ആ അറിവ് ശേഖരിക്കാനും അറിവ് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോകൾ കണ്ട് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് കൃത്യമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പണിയിലേക്ക് നമുക്ക് കാണാം. മണ്ണ് വെട്ടി ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. മണ്ണ് വെട്ടുന്ന ദൂരെയൊന്നുമല്ല, ഇവിടുന്ന് തന്നെ മണ്ണ് വെട്ടിയിടാൻ പറ്റും. സുഹൃത്തുക്കളെ, ഇപ്പോഴേ ഈ വാഴയ്ക്ക് നമ്മൾ മണ്ണ് ഊരി കിട്ടും. ഇനിയും 1 മാസം കൂടെ കഴിയുന്നുണ്ടേ ഒരു ട്രിപ്പ് കൂടെ മണ്ണ് കോരി ഇട്ട് കഴിഞ്ഞാൽ നല്ല 2 പൂവമ്പാഴയുടെ കൊല കിട്ടും. കാരണം പൂവമ്പാഴയ്ക്ക് ഏറ്റവും നല്ല വളം എന്ന് വെച്ചാൽ ഇളകിയ മണ്ണാണ്. മറ്റൊരു വളം ചെയ്തില്ലെങ്കിലും ഇളകിയ മണ്ണ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ വാഴയ്ക്ക് ഒരു വളം ഞാൻ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഇത് വളരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ കൊല വെട്ടുന്നതും കൂമ്പൊടിക്കുന്നതും കൊല വെട്ടുന്നതും ഒക്കെ ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന വാഴകളുണ്ടെങ്കിൽ ചെറിയ ഒരു സംരക്ഷണം കൊടുക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കൊല കിട്ടും. കാരണം ഒരു വാഴയുടെ വിത്ത് പിരിച്ച് കൊലയായി വരാൻ താമസം എടുക്കും. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കൊല കിട്ടും. പൂവമ്പാഴയ്ക്ക് എന്നും നല്ല വില കിട്ടുന്ന ഒരു വാഴക്കുലയാണ് പൂവമ്പാഴക്കുല. പ്രത്യേകിച്ചും ജൈവ കൃഷിയാണെങ്കിൽ, രാസവളമൊന്നും ചേർക്കാൻ ജൈവ കൃഷിയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു പരസ്യം കൊടുത്താൽ അതിൽ ചോദിക്കുന്ന വില കിട്ടും. ഞാൻ വിളിക്കുന്നത് നേരിട്ടുള്ള വിൽപ്പനയാണ്. അതുകൊണ്ടാണ് എനിക്ക് വാഴക്കൃഷി ലാഭമായിട്ട് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ കണ്ട എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.